യേശു എന്ന് എപ്പോഴും എന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രൈസ്, നമ്മുടെ ചില പ്രിയപ്പെട്ടവരുടെ ശബ്ദം അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ചില ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും, ഇല്ലേ? ഹല്ലേലൂയ. എല്ലാവർക്കും അനുഭവമുള്ള ഒരുപാട് ഇരിപ്പുണ്ട്. പ്രൈസ് ലോർഡ്. എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത ചില ശബ്ദങ്ങൾ നമ്മുടെ കാതിൽ മുഴങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഹല്ലേലൂയ. എന്നാൽ ഇതുപോലെ അതെ കർത്താവിന്റെ ശബ്ദം എന്റെ കാതിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കഷ്ടത്തിന്റെ നടുവിൽ, സന്തോഷത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ ഈ ശബ്ദം എന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ ശക്തിയിൽ ഞാൻ ജീവിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവിനോട് തങ്ങളുമാര് പറഞ്ഞു, ഇനി ഒരു കർമ്മവും നടത്തി നീ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, അവളെ പൂട്ടിയിട്ടേക്ക്, വിവാഹ ദിവസം വരെ അങ്ങനെ ഇട്ടേക്കണം. വിവാഹ ദിവസം കഴിയുന്നത് വരെ പ്രൈസ് ആരോട് ഇടപെടാനോ സഹകരിക്കാനോ സംസാരിക്കാനോ പോട്ടെ ഉമ്മായോ സഹോദരങ്ങളോ പോലും അവളെ കാണണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നീ മാത്രം പോയി ചെയ്തു കൊടുത്താൽ മതി, പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞൊരു പ്രത്യേക റൂം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്റെ പിതാവിന്റെ റൂമിനോട് ചേർന്ന് എന്റെ പിതാവിന്റെ റൂം ഞങ്ങളുടെ എല്ലാം റൂമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൂരെ ഒരിടത്ത. കാരണം രാത്രിയിലൊന്നും പിതാവ് ഉറങ്ങത്തില്ല, ഖുർആൻ സൂക്തങ്ങളും അതിന്റെ കാര്യങ്ങളുമായിട്ട് അങ്ങിരിക്കും. ആ റൂമിനോട് ചേർന്ന് പ്രൈസ് ലോർഡ് ഒരു മനുഷ്യന് കഷ്ടിച്ചിരിക്കുകയും കിടക്കുകയും നിൽക്കുകയും ചെയ്യാവുന്ന വിധത്തിൽ ഒരു റൂം പിതാവ് ഉണ്ടാക്കി. പുറത്തു നിന്ന് മാത്രം ലോക്കുള്ള ഒരു വാതിൽ വെപ്പിച്ചു, ഒരു ജനലഴി അതെ വെപ്പിച്ചു. പ്രൈസ് ലോർഡ്. അതിൽ കർട്ടനോ വാതിലോ ഒന്നും ഇടാതെ ഈ ജനൽ വഴി എപ്പോഴും പിതാവിന് എന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണത്തക്ക നിലവാരത്തിൽ സജ്ജീകരണം ഒരുക്കി റൂമിൽ പ്രൈസ് ലോർഡ് ഉള്ള പ്രകാശത്തിന്റെ സ്വിച്ച് എന്റെ പിതാവിന്റെ റൂമിൽ സ്ഥാപിച്ച് അങ്ങനെ എന്റെ പിതാവ് എനിക്ക് വേണ്ടി കാവൽ നിന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. വല്ലപ്പോഴും ഒരിക്കലേ എന്റെ അടുത്ത് പിതാവ് വരത്തുള്ളൂ. എനിക്ക് ആവശ്യമുള്ള വസ്ത്രം പ്രൈസ് ലോർഡ് അലക്കി അകത്ത് റൂമിൽ അതെ ഈ ജനൽ വഴി കൊണ്ടുവച്ചു തരും. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തരത്തില്ല. കാരണം എന്റെ പിതാവിന് എന്റെ മുഖം കാണുന്ന ഇഷ്ടമല്ല, എന്റെ അടുത്ത് വരുന്ന ഇഷ്ടമല്ല. കാരണം ഞാൻ ഇസ്ലാമിന് വിരുദ്ധമായി എന്തോ പ്രവൃത്തിയിൽ പെട്ടു. അങ്ങനെ അള്ളാഹു എന്നെ ശപിച്ചത് കൊണ്ട് എന്നിലുള്ള പ്രൈസ് ഈമാന്റെ ഒളി എന്ന് പറഞ്ഞാൽ തേജസ് നഷ്ടപ്പെട്ടു പോയിരിക്കുക. അങ്ങനെയുള്ള എന്റെ മുഖത്തോട്ട് നോക്കിയാ എന്റെ പിതാവും കൂടെ ശാപത്തിന് കീഴിലായി പോകും എന്ന് ചിന്തിച്ച് എന്റെ പിതാവ് എനിക്ക് അത് ആഴ്ചയിൽ ഒരിക്കോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമോ 2 ദിവസത്തിലോ എനിക്ക് ബ്രെഡോ ജാമോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ കൊണ്ടുവന്ന് ഈ ജനലിൽ വെച്ച് തിരിഞ്ഞു നിന്ന് വെച്ചിട്ട് പോകും. ഹല്ലേലൂയ. 6 മാസം ഞാൻ മനുഷ്യരോട് സംസാരിച്ചിട്ടില്ല, എന്റെ പിതാവിന്റെ മുഖം നേരെ കണ്ടിട്ടില്ല, എന്റെ ഉമ്മായുടെ സംസാരിച്ചിട്ടില്ല, എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ ഒരിക്കലും ആ വേദനയിൽ ഞാൻ വീണു പോയിട്ടില്ല. അതെ പരിശുദ്ധാത്മാവ് നല്ല സഖിയായി എന്നോട് കൂടെ ഇരുന്നു. വേദനയുണ്ട്, ടെൻഷനുണ്ട്, മാനസികമായിട്ടുള്ള വേദനകൾ. കാരണം ഞാൻ മനുഷ്യനെ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും വേദനയുണ്ട്. അതേ വേദന എനിക്കുമുണ്ട്. പക്ഷേ ഈ വേദന എന്നെ ഭരിക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. കാരണം അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ആ വചനം എന്നോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. രാത്രിയുടെ യാമത്തിൽ അതേ പ്രൈസ് ഞാൻ കിടക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങത്തില്ല. എന്റെ പിതാവ് ഉറങ്ങുന്നത് വരെ കാത്തിരിക്കും. പക്ഷെ ഞാൻ എപ്പോ നോക്കിയാലും എന്റെ പിതാവിന്റെ റൂമിന് വെളിച്ചം കാണും, എന്റെ റൂമിന് വെളിച്ചം കാണും. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഉറക്കം വരത്തില്ല. അഥവാ ഉറങ്ങിയാലും ഞെട്ടി എഴുന്നേൽക്കും. പ്രൈസ് പിതാവ് കാണുക പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്റെ റൂം മുഴുവൻ ഖുർആന്റെ ഇതര പ്രതികൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നീ സന്തോഷിച്ചോളാൻ പറയും. ഹല്ലേലൂയ. അതെ പിതാവിനോട് മൗലവിമാർ ഉപദേശിച്ചിരിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് മടുക്കുമ്പോൾ എവിടെ പോകാനാ, നമ്മുടെ ഇഷ്ടം പോലെ അവൾ ആയി തീർന്നോളൂ വന്ന്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരിക്കലും എനിക്ക് ഏകാന്തത തോന്നിയിട്ടില്ല. രാത്രിയുടെ യാമങ്ങളിൽ സ്വർഗീയ അനുഭവങ്ങൾ ഞാൻ ദർശനത്തിലൂടെ കണ്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം 6 മാസത്തോളമായി കാണും. രാത്രിയിൽ അതെ എനിക്ക് തന്നിട്ടുള്ള ബെഡ്ഷീറ്റ് തലവഴിയെ പുതച്ച് അതിന്റെ ഉള്ളിൽ കിടന്ന് യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ എല്ലാം നീയാണ് എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയും, യേശുവേ ഞാൻ കാണുന്ന പക്ഷികളെ പോലെ ഒരു ചിറക് നീ എനിക്ക് തന്നാ ഞാൻ പറന്ന് നിന്റെ അടുത്ത് വരാ. ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടൊക്കെ കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഞാൻ ഇങ്ങനെ 2 സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ട സ്വപ്നമാണത്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്വപ്നം, ആദ്യത്തെ സ്വപ്നം ഇങ്ങനെയാണ്. തോളറ്റം വരെ മുടി നീട്ടി വളർത്തിയ ചാക്കുശീലയോ മരത്തിന്റെ തോലോ കൊണ്ടുള്ള അതെ അരയ്ക്ക് കീഴ്പോട്ടുള്ള വസ്ത്രം ധരിച്ച പ്രൈസ് ദി ലോർഡ് അതെ തേജസ്സുള്ള സുന്ദരന്മാരായ അതെ 30-30-ലധികവും വയസ്സുള്ള 2 പുരുഷന്മാർ ഒരു നദിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പുരുഷൻ കൈ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒരു പുരുഷൻ ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അതെ കൈക്കീഴെ വെള്ളത്തിലേക്ക് താണുപോകുകയാണ്. പോയിട്ട് അതെ അദ്ദേഹം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആകാശത്ത് നിന്ന് ഞാൻ നിസ്കരിക്കുന്ന റൂമിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു പ്രകാശം, ഒരു തേജസ് ആ പൊങ്ങി വന്ന മനുഷ്യന്റെ മേൽ ഇറങ്ങി വരുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതെന്തൊരു കർമ്മമാണ്. ബൈബിൾ അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് ഇതെന്തൊരു കർമ്മമാണെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, ദൈവമേ ഇത് എന്നുള്ള മനുഷ്യരാ, ഏതോ കാലത്ത് ജീവിച്ചിരിക്കുന്നവരാൻ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ട സുന്ദരന്മാരാ. ഹല്ലേലൂയ. അതെ, പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന മനുഷ്യന്റെ മേൽ ഞാൻ നിസ്കരിക്കുന്ന റൂമിൽ ഇറങ്ങി വന്ന പോലുള്ള പ്രകാശം എന്തിനാ ഇറങ്ങിയത്? അപ്പോൾ ഈ കർമ്മത്തിൽ നീ പ്രസാദിക്കുന്നുവോ? ഈ കർമ്മം നിനക്ക് ഇഷ്ടമാണോ? എന്നാ എനിക്കും കൂടെ അത് ചെയ്യണം കർത്താവേ, എനിക്കും അങ്ങനെ ചെയ്യണം. ഞാൻ എവിടാ പോകേണ്ടത്? ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യേണ്ടത്? എന്താ ഇതിന്റെ അർത്ഥം? എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കൽപ്പന അനുസരിപ്പാൻ, കൽപ്പന പ്രമാണിപ്പാൻ ഏൽപ്പിച്ച് കൊടുക്കുന്നവന്റെ മേൽ ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും, ഈ മഹത്വം ഇറങ്ങി വരും, ഈ പ്രകാശം ഇറങ്ങി വരും. അതൊരിക്കലും അവനെ വിട്ടുപോകത്തില്ല. ആ കൽപ്പനയുടെ പൂർത്തീകരണത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുവാൻ ഈ സാന്നിധ്യം കൂടെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞപ്പോൾ അതെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായല്ലോ. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ട് കയറുമ്പോൾ ആകാശത്ത് നിന്ന് പ്രാവന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശബ്ദമുണ്ടായി. ഈ ചരിത്രമാണ് ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ, ആലോചനകൾ, അരുളപ്പാടുകൾ, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള വഴി എന്റെ കർത്താവ് കാണിച്ചു തരും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്നെ സഹായിക്കണം, ഇതിനു വേണ്ടി എന്നെ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ബൈബിൾ കത്തിച്ച് കളഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ചിന്നക്കരയിൽ നിന്ന് ബോർഡ് വെച്ചൊരു ബസ്സിൽ കയറി ഒരു ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി ഇറങ്ങി ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡെ താഴേക്ക് പോയി 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ഉണർവ് യോഗങ്ങളൊന്നും എഴുതിയിരിക്കുന്ന ഒരു ബാനറിന്റെ അരികിൽ പോയി നിൽക്കുമ്പോൾ ഒരു കൈ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുന്ന ഒരു സ്വപ്നം കൂടെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി, ഈ സ്വപ്നം കണ്ട് ഉണർന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് മനസ്സിലായി, അടയാള സഹിതം പോകേണ്ട വഴി ദൈവം കാണിച്ചു തന്നിരിക്കുക. ഈ വഴി ഞാൻ പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. കാരണം എന്റെ സ്കൂൾ വരെ പോയിട്ടുള്ളൂ, സ്കൂളിന്റെ അടുത്ത ആന്റിയുടെ വീട്, അവിടം വരെ പോയിട്ടുള്ളൂ. അതിന്റെ അപ്പുറമാണ് ചിന്നക്കട. ഞങ്ങളുടെ നാട് കരിങ്ങന്നൂരാണ്. കരിങ്ങന്നൂരിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരമുണ്ട് ചിന്നക്കടയിൽ പോകാൻ. ചിന്നക്കട എന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റി പോലെ വലിയ സിറ്റിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സിറ്റിയിൽ പോകാൻ 60 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരിക്കലും ഞാൻ പോയിട്ടില്ല. എന്നാൽ അവിടെ പോകുന്നതായിട്ട് ദൈവ സ്വപ്നത്തിലൂടെ അടയാള സഹിതം എങ്ങനെ പോകണമെന്ന് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ആദ്യം കണ്ട കർമ്മം ഈ പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നു ുണ്ടെങ്കിൽ പോകാൻ എനിക്ക് ഇഷ്ടമുണ്ട്. നീ ഈ തടവറയെ ഒന്ന് മാറ്റിത്തരണം, ഒന്ന് ഇറങ്ങി പോകാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ 2 സ്വപ്നത്തിന്റെ നിവർത്തീകരണം എന്റെ ജീവിതത്തിൽ നടക്കാനുള്ള മുഖാന്തരം എന്റെ വീട്ടിനകത്ത് എന്റെ ദൈവം ഉണ്ടാക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ മാതാവിന്റെ സഹോദരൻ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു വിശേഷ കർമ്മത്തിന് എന്നെ എന്റെ പിതാവിനെയും ഞങ്ങളുടെ കുടുംബമായിട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് പറഞ്ഞു, ഈ സമയമാകുമ്പോൾ വരാം, 10 ദിവസം കഴിഞ്ഞിട്ടാണ് അത് നടക്കുന്നത്, അതുകൊണ്ട് ആ സമയത്ത് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ മാമ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അപ്പോഴെത്തിയാൽ മതി, എന്നെ കൂടെ വിടണമെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, അത് പറ്റത്തില്ല, അവളെ പ്രൈസ് ദി ലോർഡ് വിവാഹ ദിവസമേ ഇനി ഞാൻ പുറത്ത് ഇറക്കത്തുള്ളൂ, അവളുടെ വിവാഹ കാര്യങ്ങൾ ഏകദേശം ഞാൻ ക്രമീകരിച്ചു വരിക, അന്ന് നിങ്ങളെ അറിയിക്കാം, അന്ന് നിങ്ങൾക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ മാമ പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, കാണണ്ട, ഒന്ന് സംസാരിക്കണ്ട. അപ്പോൾ എന്റെ മാമാക്ക് പ്രൈസ് ദി ലോർഡ് എന്താ ഞാൻ ഒന്ന് കണ്ടോട്ടെ പിന്നെ നിർബന്ധിച്ചു. പിതാവ് സമ്മതിക്കത്തില്ല. മാമാക്ക് ദേഷ്യം വന്നു, വാക്ക് തർക്കമായി, വഴക്കായി. പ്രൈസ് ദി ലോർഡ്. ഈ വഴക്ക് വഴക്ക് ആയി തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ മാമായും പിതാവും ഉന്തും തള്ളുമായി. ഇത് കേട്ടുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തോന്നി, പ്രൈസ് ദി ലോർഡ്, എന്റെ പിതാവെന്ന് പറഞ്ഞാൽ ബഹുമാന്യനാണ്, ഇമാമാണ്, ആരും പിതാവിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കത്തില്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിൽ പോലും മിണ്ടാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുവരെ. എന്നാൽ ഇപ്പോൾ എന്റെ ഈ മാമ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കരമാണ് എന്നെനിക്ക് തോന്നി. ഹല്ലേലൂയ. ഞാനപ്പോൾ എന്റെ പിതാവിനെ അടുത്തേക്ക് വിളിച്ചു. എന്റെ പിതാവ് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ മാമ വെള്ളം പോലും കുടിക്കാതെ പോകുകയാണ്. എന്റെ പിതാവ് ഓടി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാമ പോകുന്നതിന് മുന്നമേ എന്നെ കൂടെ വിടണം, പ്രൈസ് ദി ലോർഡ്, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ വരുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് എന്നെ കൊണ്ടുവരാമല്ലോ, എത്ര നാൾ എന്നെ പൂട്ടിയിട്ടിരിക്കുക, എന്നോട് ഒരു സ്നേഹമില്ലേ വാപ്പ എന്ന് ചോദിച്ച് കരയുന്നത് പോലെ ഞാൻ വാപ്പായോട് അപേക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്റെ പിതാവ് എന്നെ ഒന്ന് നോക്കി. ഹല്ലേലൂയ. നോക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ നീ പോയി വേഗം ഡ്രസ്സ് ഇട്, മാമ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്, അങ്ങ് എത്തുന്നതിന് മുമ്പേ നിന്നെ ഞാൻ തുറന്നു വിടാമെന്ന്.